പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 10-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയാണ് ഓരോ ദിനവും ഈ പ്രഭാതത്തിൽ വചന സന്ദേശവുമായി നിങ്ങളുടെ അരികിൽ എത്തുവാൻ കൃപ നൽകുന്നത്. ആമേൻ. സർവശക്തനായ ദൈവം ആമേൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എന്നെ ഓരോ ദിനവും ശക്തനാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ ആമേൻ. അനേക ദൈവദാസന്മാർ ആമേൻ ദിനംതോറും പലവിധമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെയും വിളിച്ചു പറയുന്നുണ്ട്. ആ പ്രാർത്ഥനകൾ ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കാം. ഈ 2026 ദൈവം നമ്മുടെ പ്രാർത്ഥനകളുടെ മറുപടികളെ നൽകുന്ന ദിനങ്ങളാക്കി മാറ്റട്ടെ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം അത്ഭുതം ചെയ്യും. നമുക്ക് പ്രത്യാശയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥന ആമേൻ സ്വർഗം തുറക്കും. പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിക്കും. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പ്രഭാതവും ആമേൻ വചന സന്ദേശത്തിന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് പ്രവേശിക്കാം. ആമേൻ. 97-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പിൻ, അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടാണല്ലോ മനുഷ്യൻ പാപത്തിൽ വീണതും ദൈവത്തിങ്കിൽ നിന്നും അകന്നുപോയതും. ആദാമ്യ രക്തം മനുഷ്യരിൽ ഉള്ളതിനാൽ സാത്താൻ ഇന്നും അനേകരെ പ്രലോഭനങ്ങളിൽ വീഴിച്ചു കൊണ്ടിരിക്കുന്നു. പാപം മനുഷ്യരെ അവരുടെ ക്രിയകൾ നിമിത്തം അവൻ എത്ര തന്നെ ശിക്ഷിച്ചാലും, ദൈവം അവർക്ക് എത്ര നന്മകൾ കൊടുത്താലും അവർ ദൈവത്തോട് മത്സരിക്കുകയും ദോഷം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ആമേൻ. മനുഷ്യൻ്റെ ഹൃദയനില പരിശോധിച്ച ദൈവം പറയുന്നത്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതും എത്രേ എന്നും യഹോവ കണ്ടു. പിന്നെയും മനുഷ്യൻ്റെ മനോനില അതിവഷളായിട്ടാണ് ദൈവം കണ്ടിരിക്കുന്നത്. ആകയാൽ ദോഷത്തെ വെറുക്കാതെ അതിൽ രസിച്ച് ജീവിക്കുന്നവരും തൻ്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അങ്ങനെയുള്ളവരുടെ തകർച്ച വളരെ പെട്ടെന്നായിരിക്കും. ദോഷം വെറുക്കാത്തവരെ ദൈവം വെറുക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ആകയാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ നില നാം തിരിച്ചറിയുകയും ദൈവത്തോടുള്ള സ്നേഹത്തിൽ മുതിർന്നു വരികയും ദോഷത്തെ വെറുക്കുകയും ചെയ്യണം. ഇതിനുള്ള പരിഹാരമാർഗം ദൈവസ്നേഹം കൊണ്ടുള്ള ആമേൻ നമ്മുടെ ഉള്ളം നിറയ്ക്കുക എന്നതാണ്. ദൈവസ്നേഹത്തിൽ നാം എപ്പോഴും നിറയണം. ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ദോഷം ചെയ്യുവാൻ കഴിയുകയില്ല. ഭാര്യയെ സ്നേഹിക്കുന്നവർ, ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അവരെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. മാതാപിതാക്കളെ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന തലമുറകൾക്ക് ഒരിക്കലും ഭോഷത്വം അല്ലാമെ കാണിക്കുവാൻ, അല്ലെങ്കിൽ മാതാപിതാക്കളെ അവയെ കബളിപ്പിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തെ സ്നേഹിച്ച വ്യക്തികളെക്കുറിച്ച് ദൈവത്തിനും ചിലത് പറയുവാനുണ്ട്. യോബ് ദോഷം വിട്ടകന്നവനെന്ന് അവൻ നടക്കുന്നവനാണെന്ന് 3 പ്രാവശ്യം ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നാം നമ്മെക്കുറിച്ച് പറയുന്നതിലും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നതിലും എത്രയോ ശ്രേഷ്ഠമാണ് നാം ദോഷം വിട്ടകന്നു നടക്കുന്നവനാണ് എന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത്. ആമേൻ. അതുപോലെ ദൈവത്തെ സ്നേഹിച്ച മോശയും ഓരോരുത്തരോടും ഒരു ദോഷവും ചെയ്തിട്ടില്ലെന്ന് ആമേൻ ഉറപ്പിച്ചു പറയുന്നു. ആകയാൽ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷം ചെയ്യാനുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം.
ആമേൻ, നല്ല വേഷം കെട്ടിയൊക്കെ വന്നേക്കാം, നല്ല മേക്കപ്പ് ഇട്ടൊക്കെ വന്നേക്കാം. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദോഷത്തെ വെറുക്കുക ഈ ദിവസങ്ങളിൽ. ആമേൻ. ദോഷത്തെ വെറുക്കുന്ന കാര്യത്തിൽ രക്തബന്ധങ്ങൾക്ക് പോലും യാതൊരു സ്ഥാനവും കൊടുക്കാതെ ആമേൻ പ്രമാണം അനുസരിച്ച് ജീവിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത ആസാ രാജാവ് നമുക്ക് എന്നും ഒരു മാതൃകയാണ്. മോശ മരിച്ച് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ജനിച്ചതാണ് ഹിസ്കിയാവ്. മോശ ഇസ്രായേൽ ജനവുമായി മരുഭൂമിയിൽ വെച്ച് മരുഭൂമിയിൽ നടക്കുമ്പോൾ മരുഭൂമിയിൽ വെച്ച് അഗ്നിസർപ്പം ജനത്തെ കടിച്ചു. കടിയേറ്റ ജനം മരിക്കാതിരിക്കുവാൻ മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി മരുഭൂമിയിൽ ഉയർത്തുകയും അത് നോക്കിയവർ രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്ന് തിരുവചനത്തിൽ പറയും. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ആരാധിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച ഹിസ്കിയാവ് പാരമ്പര്യമോ ചരിത്രമോ ഒന്നും വകവയ്ക്കാതെ ദൈവത്തിനെതിരായി ചെയ്യുന്ന ദോഷത്തെ വെറുക്കുകയും ആ സർപ്പത്തെ പിച്ചള സർപ്പത്തെ ഉടച്ചു കളയുകയും ചെയ്തു. പ്രിയ ദൈവവേദിലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ദോഷത്തെ അവജ്ഞയോടെ കാണുകയും അതിനോട് നഖശിഖാന്തം എതിർത്തു നിൽക്കുകയും ചെയ്യേണ്ടതാണ്. ആമേൻ, സ്തോത്രം. ഇണയില്ല പിണക്കൂടരുത്. മദ്യപാനികളോടോ വ്യഭിചാരികളോടോ ഒരിക്കലും കൂട്ടുകൂടരുത്. ആമേൻ, സ്തോത്രം. ഭോഷ്ക് പറയുന്നവനോട് ഒരിക്കലും ഒരുമിച്ച് കൂടരുത്. നമ്മൾ വെറുക്കേണ്ടത് വെറുക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ദോഷത്തെ വെറുക്കുന്നവരുടെ പ്രാണനെ ദൈവം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ആകയാൽ ഈ പ്രഭാതം നമുക്കും ദൈവസന്നിധിയിൽ പറയുവാനിടയാകട്ടെ, യഹോവയെ സ്നേഹിക്കുന്നവരെ, ദോഷത്തെ വെറുപ്പിൻ. അവൻ തൻ്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും അവരെ വിടുവിക്കുന്നു. ഈ നാളുകളിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ കരങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ, ആമേൻ, ദുഷ്ടന്മാരുടെ ആലോചനകൾ കേൾക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയെ സ്നേഹിച്ചു, യഹോവയെ മാനിച്ചു, യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകൾ ദിവസത്തിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും കർത്താവെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിച്ചവരുണ്ട് കർത്താവെ. ഞങ്ങൾക്ക് ആഹാരം തന്നവരുണ്ട്, വസ്ത്രം തന്നവരുണ്ട് കർത്താവെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവരെല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടെ തലമുറകളെ സ്വർഗം അനുഗ്രഹിക്കണമേ. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സ്തോത്രം. ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ വാടക ഭവനങ്ങളിലായിരുന്നു കൊണ്ട് വാടക കൊടുക്കുവാൻ നിവർച്ചയില്ലാതെ നിലവിളിച്ച് കരയുന്ന അനേക സാധുക്കളുണ്ട് കർത്താവെ. കുഞ്ഞുങ്ങളുടെ ഭാവികൾക്കായി, വിദ്യാഭ്യാസങ്ങൾക്കായി കർത്താവെ, സ്തോത്രം. എത്രയോ പ്രിയപ്പെട്ടവർ കരയുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങളിൽ ദൈവമേ അങ്ങയുടെ കരം തുറന്ന് ഹല്ലേലൂയ തൻ്റെ കുഞ്ഞുങ്ങളെ ആദരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസന്മാരെ എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്നവർ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലുകൾ അഭയം പ്രാപിച്ചവർ കർത്താവെ, രോഗശൈലിയിൽ ഭവനങ്ങളിലായിരിക്കുന്നവർ അനവധി പേരുണ്ട് കർത്താവെ. ഇവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയപ്പെട്ടവരെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവം ശ്രദ്ധ വെച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരും മകച്ചമങ്ങെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.